മെയ് 4 കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം തിരുത്തി കുറിക്കാൻ പോകുന്ന ദിവസമായിരിക്കാം അത്. കാരണം അന്ന് പുറത്തു വരാൻ പോകുന്നത് വെറുമൊരു തിരഞ്ഞെടുപ്പ് ഫലമല്ല, മറിച്ച് ദശാബ്ദങ്ങളായി കേരളം കണ്ടുശീലിച്ച ഒരു മുന്നണി സംവിധാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അന്ത്യകൂദാശ കൂടിയായിരിക്കാം. വോട്ടെണ്ണൽ തുടങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ശരീരഭാഷ കണ്ടാൽ വോട്ടെണ്ണൽ കഴിഞ്ഞ് സത്യപ്രതിജ്ഞയും കഴിഞ്ഞ് അവർ ക്യാബിനറ്റ് മീറ്റിംഗ് വരെ ഇരുന്നു കഴിഞ്ഞു എന്ന് തോന്നും. മുഖ്യമന്ത്രിയാകാൻ ആര് കോട്ട് തുന്നണം എന്നതല്ല ഇപ്പോഴത്തെ തർക്കം. തുന്നിയ കോട്ടുകളിൽ ആരുടേതാണ് കൂടുതൽ തിളങ്ങുന്നത് എന്നുള്ളതാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ ഈ പകൽക്കിനാവ് കാണുന്നത്? ഒറ്റ ഉത്തരം മാത്രം: സുനിൽ കനഗോലു. കോൺഗ്രസിൻ്റെ ദേശീയ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനഗോലു കൊടുത്ത ഒരു റിപ്പോർട്ട്. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട്, UDF അധികാരത്തിൽ വരും എന്നൊരു സാധ്യത അദ്ദേഹം പറഞ്ഞു വച്ചു. ആ ഒറ്റ വാക്കിലാണ് കോൺഗ്രസ് നേതൃത്വം മുഴുവൻ ഇപ്പോൾ കിടന്നു തുള്ളുന്നത്. ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടോ, താഴെത്തട്ടിൽ വോട്ട് കൃത്യമായി പെട്ടിയിലായിട്ടുണ്ടോ എന്നൊന്നും ആർക്കും അറിയേണ്ട. കനഗോലു പറഞ്ഞല്ലോ, നമ്മൾ ജയിക്കും, അത്രയേ ഉള്ളൂ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ മൂലധനം. ഇതിൻ്റെ ബലത്തിനാണ് കേരളം ഇതുവരെ കാണാത്ത തരത്തിലുള്ള കസേര കളിക്ക് കോൺഗ്രസ് വേദിയാകുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിയാകാൻ ഗ്രൗണ്ട് ഒരുക്കുന്നു. അത് കണ്ടിട്ട് രമേശ് ചെന്നിത്തല തൻ്റെ പഴയ ഗ്രൂപ്പ് മാനേജർമാരെ ഇറക്കി കളി തുടങ്ങുന്നു. സുധാകരനാകട്ടെ സതീശനെ വെട്ടാൻ വേണ്ടി മാത്രം ഡൽഹിയിൽ നിന്ന് KC വേണുഗോപാലിൻ്റെ പേര് വലിച്ചിഴച്ചു കൊണ്ടുവരുന്നു. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും അടങ്ങുന്ന യുവനിര തങ്ങളുടെ രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാക്കാൻ KCയുടെ ചിറകിന് കീഴിൽ അഭയം പ്രാപിക്കുന്നു. ചുരുക്കത്തിൽ കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ നടക്കുന്നത് വരാൻ പോകുന്ന സർക്കാരിൻ്റെ വകുപ്പ് വിഭജനമല്ല, മറിച്ച് ഇല്ലാത്ത ഒരു അധികാരത്തിൻ്റെ പേരിലുള്ള പച്ചയായ വടംവലിയാണ്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? കനഗോലുവിൻ്റെ AC റൂമിലെ കാൽക്കുലേഷൻ അല്ല ഗ്രൗണ്ട് റിയാലിറ്റി. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന സർവേ ഫലം ആരും മറന്നിട്ടുണ്ടാവില്ല. 2021 LDF കേരളത്തിൽ തുടർഭരണം നേടുമെന്ന് കൃത്യമായ കണക്കുകളുടെ പിൻബലത്തോടെ നെഞ്ചുവിരിച്ചു പറഞ്ഞ അതേ ടീം നടത്തിയ സർവേ. അതൊരു വെറും ഫോൺ വിളി സർവേ ആയിരുന്നില്ല. 60 മണ്ഡലങ്ങളിൽ വോട്ടർമാരുടെ വീടുകളിൽ നേരിട്ട് ചെന്ന് അവരുടെ പൾസ് അറിഞ്ഞ് തയ്യാറാക്കിയ തികച്ചും ശാസ്ത്രീയമായ കണക്കുകൾ. ആ സർവേ കൃത്യമായി പറയുന്നു, കേരളത്തിൽ വീണ്ടും LDF അധികാരത്തിൽ വരും. 78 മുതൽ 90 വരെ സീറ്റുകൾ അവർ നേടും. UDF 50-ൽ ഒതുങ്ങും. ഇത് വെറുമൊരു പ്രവചനമല്ല, കൃത്യമായ ഡാറ്റയുടെ അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തലാണ്. കഴിഞ്ഞ തവണയും ഇതേ ടീം ഇതേപോലെ കൃത്യമായ കണക്കുകൾ പറഞ്ഞപ്പോൾ കോൺഗ്രസ് പുച്ഛിച്ചു തള്ളി. അന്നവർ കരുതിയത് ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും കൂടിയങ്ങ് ഇറങ്ങിയാൽ ഭരണമാറ്റമുണ്ടാകുമെന്നാണ്. ഫലം വന്നപ്പോൾ കോൺഗ്രസ് എവിടെ പോയി കിടന്നു എന്ന് കേരളം കണ്ടതാണ്. ചരിത്രം വീണ്ടും ആവർത്തിക്കാൻ പോവുകയാണ്. ഇതൊരു വെറും വായുവിലെ പ്രവചനമല്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ കേരളത്തെ ഇളക്കിമറിക്കുന്ന ഈ പ്രീപോൾ സർവേ പുറത്തുവിട്ടിരിക്കുന്നത് ന്യൂസ് മലയാളം 24/7 ആണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ചില്ലറക്കാരല്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2021 ട്രൂ കോപ്പി തിങ്കേഴ്സിന് വേണ്ടി കളത്തിലിറങ്ങി കൃത്യമായ പ്രവചനം നടത്തിയ അതേ സംഘം തന്നെയാണ് ന്യൂസ് മലയാളം 24/7 ഈ സർവേക്കും ചുക്കാൻ പിടിച്ചിരിക്കുന്നത്. അന്ന് മുഖ്യധാര മാധ്യമങ്ങൾ പോലും പല കണക്കുകൾ നിരത്തിയപ്പോൾ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷം എത്ര സീറ്റോടെ അധികാരത്തിൽ വരുമെന്ന് ട്രൂ കോപ്പി തിങ്കേഴ്സിലൂടെ ഈ ടീം അക്കമിട്ട് പറഞ്ഞിരുന്നു. അന്ന് ആ സർവേ ഫലം വന്നപ്പോൾ ഇതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കൾ അതിനെ പുച്ഛിച്ചു തള്ളി. എന്നാൽ പെട്ടി പൊട്ടിച്ചപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് കേരളം കണ്ടതാണ്. അന്ന് ട്രൂ കോപ്പി തിങ്കേഴ്സിലൂടെ പുറത്തു വന്ന ആ കൃത്യതയുടെയും വിശ്വാസ്യതയുടെയും സർട്ടിഫിക്കറ്റുമായാണ് ഇതേ ടീം ഇപ്പോൾ ന്യൂസ് മലയാളം 24/7 വീണ്ടും LDFൻ്റെ വിജയം ഉറപ്പിച്ചിരിക്കുന്നത്. അന്ന് പുച്ഛിച്ചതിൻ്റെ വില 5 വർഷത്തെ ഭരണനഷ്ടമായിരുന്നെങ്കിൽ ഇത്തവണ ഈ യാഥാർത്ഥ്യത്തെ തള്ളിക്കളഞ്ഞാൽ കോൺഗ്രസിന് നൽകേണ്ടി വരിക സ്വന്തം പാർട്ടിയുടെ ശവപ്പറമ്പായിരിക്കും. സുനിൽ കനഗോലു നൽകിയ ഒരു റിപ്പോർട്ടിൻ്റെ അമിത ആത്മവിശ്വാസത്തിൽ ആധികാരികമായ ഈ സർവേ ഫലങ്ങളെ UDF പൂർണ്ണമായും അവഗണിക്കുകയാണ്. വോട്ടർമാർക്കിടയിലെ യഥാർത്ഥ വികാരം എന്താണെന്ന് പഠിക്കാൻ അവർ തയ്യാറല്ല. ഭരണവിരുദ്ധ വികാരം സ്വയമേവ വോട്ടായി മാറിക്കൊള്ളുമെന്ന വിഡ്ഢിത്തമാണ് അവരെ നയിക്കുന്നത്. എന്നാൽ LDF സിസ്റ്റമാറ്റിക്കായി താഴെത്തട്ടിൽ പ്രവർത്തിച്ചു കഴിഞ്ഞു. സർക്കാർ വിരുദ്ധ വോട്ടുകൾ NDAയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ തിരിച്ചടി കിട്ടാൻ പോകുന്നത് UDFന് തന്നെയാണ്. ഇതൊന്നും കാണാൻ കോൺഗ്രസിലെ ഒരു നേതാവിനും ഇപ്പോൾ സമയമില്ല. കാരണം അവരുടെ കണ്ണിൽ മുഴുവൻ മുഖ്യമന്ത്രി കസേര മാത്രമാണ്. ഇനി ഒന്ന് ചിന്തിച്ചു നോക്കുക. മെയ് 4 രാവിലെ വോട്ടെണ്ണൽ തുടങ്ങുന്നു. ആദ്യത്തെ 1 മണിക്കൂർ കഴിയുമ്പോൾ ട്രെൻഡ് വ്യക്തമാകുന്നു. 10:30 LDF 75 സീറ്റ് കടക്കുന്നു. ഉച്ചയാകുമ്പോഴേക്കും സർവേ ഫലം അക്ഷരം പ്രതി ശരിവച്ചുകൊണ്ട് LDF വീണ്ടും അധികാരത്തിലേക്ക് എന്ന് ഉറപ്പാകുന്നു. എന്തായിരിക്കും കേരളത്തിലെ UDFൻ്റെ അവസ്ഥ?
എന്തായിരിക്കും ഈ കസേരകളി നടത്തിയ കോൺഗ്രസ് നേതാക്കളുടെ മുഖഭാവം? കേരളം ഇതുവരെ കാണാത്ത ഒരു രാഷ്ട്രീയ സ്ഫോടനത്തിനായിരിക്കും ആ നിമിഷം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. 15 വർഷം ഭരണത്തിന് പുറത്തു നിൽക്കുക എന്നത് കോൺഗ്രസ് എന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. അധികാരമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു കേഡർ സംവിധാനം കോൺഗ്രസിനില്ല. ഫലം വന്ന് ഒരാഴ്ച കഴിയും മുൻപ് തന്നെ കോൺഗ്രസിൽ നിന്ന് വൻ കൊഴിഞ്ഞുപോക്ക് ആരംഭിക്കും. അണികൾ മാത്രമല്ല, ഇന്ന് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി തല്ലുകൂടുന്നവരും അവരുടെ പിന്നിൽ നിൽക്കുന്ന MLA-മാരും അടക്കം വലിയൊരു ശതമാനം നേതാക്കൾ പാർട്ടി വിടും. കാരണം അവർക്കറിയാം ഇനി ഈ പാർട്ടിയിൽ നിന്നിട്ട് കാര്യമില്ല എന്ന്. എങ്ങോട്ടായിരിക്കും ഇവർ പോവുക? അതിനുള്ള വാതിൽ BJP വളരെ നേരത്തെ തന്നെ തുറന്നിട്ടുണ്ട്. കേരളത്തിൽ എങ്ങനെയും ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന BJPക്ക് ഇതിലും വലിയൊരു അവസരം കിട്ടാനില്ല. കോൺഗ്രസിൻ്റെ വലിയൊരു ശതമാനം വോട്ട് ബാങ്കും നേതാക്കളും നേരെ പോയി വീഴുന്നത് NDAയുടെ കൂടാരത്തിലായിരിക്കും. മറ്റൊരു വിഭാഗം LDFിലേക്കും ചേക്കേറും. അതായത് മെയ് 4-ാം തീയതിയോടെ കേരളത്തിലെ ഇരുമുന്നണി സംവിധാനം എന്ന കാലങ്ങളായുള്ള രീതി അവസാനിച്ചേക്കും എന്നർത്ഥം. UDF എന്ന മുന്നണി തന്നെ അപ്രസക്തമാകും. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്ക് കോൺഗ്രസിൻ്റെ ഈ പതനത്തിനൊപ്പം നിൽക്കാൻ കഴിയില്ല. അവർ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ തേടും. പ്രതിപക്ഷ സ്ഥാനത്തേക്ക് കോൺഗ്രസിനെ പിന്തള്ളി BJP കടന്നു വരുന്ന കാഴ്ചയാകും വരും നാളുകളിൽ ചിലപ്പോൾ കേരളം കാണാൻ പോകുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ഏറിൽ കിടന്ന് കളിക്കുന്നത്. ജനങ്ങളെ വിഡ്ഢികളാക്കാമെന്നവർ കരുതുന്നു. സ്വന്തം അണികളെ പോലും യാഥാർത്ഥ്യം അറിയിക്കാതെ ഒരു വലിയ നുണയുടെ കോട്ട കെട്ടിപ്പടുത്തിരിക്കുകയാണവർ. മെയ് 4-ാം തീയതി ഈ കോട്ട തകർന്നു വീണാൽ അന്ന് കോൺഗ്രസ്സിന് ബാക്കിയാകാൻ പോകുന്നത് പരസ്പരം പഴിചാരാൻ കുറച്ച് നേതാക്കൾ മാത്രമായിരിക്കും. കനകോലുവിൻ്റെ കണക്കുകൾ വച്ച് കസേര സ്വപ്നം കണ്ടവർ ജനങ്ങളുടെ കണക്കുകൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്ന ദിവസമായിരിക്കും അത്. അന്ന് തുടങ്ങും കേരള രാഷ്ട്രീയത്തിലെ യഥാർത്ഥ മാറ്റം. ആ മാറ്റത്തിൽ കോൺഗ്രസിന് ഒരുപക്ഷെ ഒരു കാഴ്ചക്കാരൻ്റെ റോൾ പോലും ബാക്കിയുണ്ടാകില്ല. വരാൻ പോകുന്നത് കേരളം ഇന്നുവരെ കാണാത്ത രാഷ്ട്രീയ ഭൂകമ്പമാണ്. ഒരു കാര്യത്തിൽ സംശയം വേണ്ട, ഈ തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിന് നൽകാൻ പോകുന്നത് വെറുമൊരു തോൽവിയായിരിക്കില്ല. അതൊരു സമ്പൂർണ്ണമായ രാഷ്ട്രീയ ആത്മഹത്യയുടെ തുടക്കമായിരിക്കും. കാത്തിരുന്ന് കാണാം. മെയ് 4-ലേക്ക് വലിയ ദൂരമില്ല.